ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഈദിൻ്റെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ എഴുന്നേറ്റ് ചെന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മളെ കയ്യിലുള്ള മൈലാഞ്ചി ആണല്ലോ, അത് ചോന്നിട്ടുണ്ടോ എന്താ സ്ഥിതി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് ഇത് അത്ര ചോന്നിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ കളറായിട്ട് വരിക. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ കഴുകിയതിന് ശേഷം ഓവൻ്റെ മേലുള്ള ആ ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല. താഴെയുള്ള കാര്യങ്ങൾ അധികമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേലെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അതാ താഴെ വേഗം തന്നെ അടിച്ചു വാരുക, തുടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇവർ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാനും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ആകെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുക, എല്ലാം ഒന്ന് തുടച്ചെടുക്കുക, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ മോന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് 7:30 ആയപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പത്തിരി ആയിരുന്നു തലേദിവസം റെഡിയാക്കി വെച്ചിരുന്നു, അതാണ് കേട്ടോ. അപ്പോൾ അവനതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറേ ബത്തൊക്കെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം നോമ്പാവുമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ജ്യൂസൊക്കെ അടിച്ച് നീനും അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മളെ വീട് വൃത്തിയാവുന്നതിന് കൂടെ തന്നെ നമ്മളെ വണ്ടി വൃത്തിയാവണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കഴുകണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടി കഴുകുന്നത്. അപ്പോൾ അതാ ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ വീട്ടിൽ നമ്മൾ കുളിച്ച പാടിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് ഒരു ടോപ്പും പാൻറ്റും ഷാളും അങ്ങനെയാണ് വരുന്നത്, സ്ലിറ്റ് ഇല്ലാത്തത്. ഇത് സ്ലിറ്റൊക്കെ ആയിട്ട് ഞാൻ പെരുന്നാളിന് വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ മെയിൻ ഡ്രസ്സ് കേട്ടോ. ഇത് എസ് ഭാരതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലിറ്റൊക്കെ ആയിട്ട് തന്നെ തയ്ച്ചത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ അത് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിസ്കരിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരമാണല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 400 രൂപേൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബെഡ്ഷീറ്റിന് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് അലാസ്റ്റിക്കാണ് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ അത് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ സ്ഥലത്തും ഒന്നും ഇങ്ങനെ കയറ്റിയിട്ടാൽ മതിയല്ലോ, അലാസ്റ്റിക് ചുറ്റും ഉണ്ടാവുമ്പോൾ. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നല്ല വലിയ പില്ലോ കവറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ്. ഈ ബ്ലൂ ബെഡ്ഷീറ്റ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്കും പിന്നെ കുട്ടികളെ ബെഡ്റൂമിലേക്ക് 2 കട്ടിലുണ്ടല്ലോ ആ റൂമിൽ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരേപോലത്തെ ബെഡ്ഷീറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വാങ്ങുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ വാങ്ങുക, എന്നാൽ പിന്നെ ഒരേപോലെ ഇരിക്കുമല്ലോ ആ റൂമിൽ. അപ്പോൾ ഒരേ കളറിലും ഒരേ പാറ്റേണിലുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതും നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റ് തന്നെയായിരുന്നു. പില്ലോ കവറാണ് ഭയങ്കര ഉഷാറായിട്ടുള്ളത് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. നമ്മൾ പില്ലോ കവർ വലിപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പില്ലോ ഇങ്ങനെ കുത്തി കയറ്റണമല്ലോ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല വലിപ്പത്തിലും നല്ല ഭംഗിയിലും ഇരിക്കുന്നുണ്ട് കേട്ടോ. വിരിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് അലക്കാൻ മെഷീനിൽ കൊണ്ടിടണം. അതൊക്കെയാണ് ഇനി അടുത്ത ജോലി കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുളിച്ചെന്ന് വിചാരിച്ച് നമുക്ക് വേറെ ഒന്നും മേത്താകാനോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് പോകുന്നത്. ചെറുതായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെ നമ്മൾ നിൽക്കാറില്ല. നമ്മൾ നൗഷാക്കാൻ്റെ വീട്ടിലേക്ക് എല്ലാ വർഷവും അങ്ങനെയാണ് കേട്ടോ പോവുക. ഇവിടെ നിന്നാൽ തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നൗഷാക്കാൻ്റെ വീട്ടിലേക്ക് പോകലാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പായസം വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിരുന്നു, അതുണ്ട്. അങ്ങനെ കേട്ടോ ഇവിടുത്തെ നമ്മളെ ഇത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കും പിന്നെ നമ്മളെ അയൽവാസികളുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിലോ നമുക്കൊരു മധുരം കഴിക്കണം, അങ്ങനെയൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ നമ്മളിതാ മോന് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ വാങ്ങിയത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്.
പിന്നെ അതാ ഉച്ചയായപ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ വീട്ടിലും കയറി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ വൈകുന്നേരമായി ഇത്താത്തി അളിയനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ അളിയന് സുഖമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളാരും ഇന്ന് വീട്ടിലേക്ക് പോകാത്തത്. അങ്ങനെ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ഇട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പെരുന്നാളാണല്ലോ. പിന്നെ എനിക്ക് റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാൻ. എനിക്ക് ഏറ്റവും ഓർണമെൻറ്റ്സിൽ ഇഷ്ടം റിങ്ങുകൾ ഇടാനാണ്. അപ്പോൾ ഞാനത് കൈ നിറച്ചു വിടും കേട്ടോ. എവിടെയെങ്കിലും പോയി വന്നാൽ അതപ്പം ഊരി വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് എനിക്കെന്തോ ഇങ്ങനെ തടയുന്നത് പോലെ തോന്നും. പക്ഷേ എവിടെയെങ്കിലും പോകുമ്പം ഞാൻ ഇതൊക്കെ ഇടുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ റിങ്ങുകൾ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഒന്നും വലിയ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെയിന്. ഇനി അതും കൂടി ഇട്ടാൽ എല്ലാം റെഡിയായി. പിന്നെ കൂടുതൽ മേക്കപ്പ് ഇടുന്ന ആളൊന്നുമല്ല ഞാൻ. ആകെ ഒരു ഹിമാലയൻ്റെ ബേബി പൗഡർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതുതന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ മേക്കപ്പിൻ്റെ കാര്യം. പിന്നെ ഷൂ ആണ് വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ ഇതാണ് കേട്ടോ അന്നത്തെ എൻ്റെ പെരുന്നാൾ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ താത്തയാളിയനൊക്കെ വന്നതിന് ശേഷം അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങളും കൂടെ ചെല്ലുന്നുണ്ട് എന്നുള്ള ഒരിഷ്ടം എന്തായാലും കുട്ടികൾ മനസ്സിലുണ്ടാവുമല്ലോ. പിന്നെ വെച്ചാൽ അവരുടെ അളിയന് സുഖമില്ലാത്തതിൻ്റെ ഒരു ദുഃഖം ഉണ്ട് കേട്ടോ. ആൾ ICUവിലാണ്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമമുള്ള ദിവസമായിരുന്നു കേട്ടോ അവരുടെ കുടുംബത്തിൽ. അപ്പോൾ നമുക്ക് അളിയനെ കാണാനൊക്കെ പോകണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. അവൾ പത്തിരിക്ക് എല്ലാം റെഡിയാക്കി ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ പത്തിരി ചൂട്, ഞാൻ പോയിട്ട് ചെടി നനക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അവൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പത്തിരി ചൂടുന്നൊരു ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, നായിക്കെട്ടിക്ക്. അപ്പോൾ ബത്തേരി നായിക്കെട്ടി എന്ന് പറയും കേട്ടോ എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവളുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ പത്തിരി ചൂടുന്ന ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് മുറ്റത്തേക്ക് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് ചെടി നനക്കുന്നുണ്ട്. അളിയൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് തുടക്കുക. അളിയൻ വണ്ടി കഴുകാൻ ഇറങ്ങിയ കുറേ സമയം വേണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അളിയൻ അതിനിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ചിക്കൻ കറിയും പത്തിരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളോടൊക്കെ റെഡിയാകാൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് അളിയൻ്റെ അടുത്തേക്ക് വിംസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആളെ കാണാനൊന്നും കഴിയൂല. ആരെങ്കിലും രണ്ടാൾക്ക് ഒരു 11:30 ആകുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വയനാട്ടിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത്. ആസ്റ്റർ വയനാട് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ICUവിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ. അത് കാണുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ പിന്നെ അവർ അളിയനൊക്കെ കയറി കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ നാത്തൂനൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെയൊക്കെ കൂട്ടിയതിന് ശേഷം എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഉമ്മ ചെന്നതും ഞങ്ങൾ ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ, 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് വേഗം തന്നെ ചോറെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ വിളമ്പി തരുമ്പം ഒരു ഭയങ്കര സന്തോഷം തന്നെയാണല്ലോ അല്ലേ. നമ്മൾ കുട്ടികളൊക്കെ ചെല്ലുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വയലിലേക്ക് പോയതാണ് കേട്ടോ. വയൽ പറഞ്ഞാൽ നമ്മൾ താഴേക്ക് പോയാൽ നമ്മൾ ഉപ്പാൻ്റെ അനിയന്മാരും എല്ലാവരും ഉള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ അതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങനെ പോയാൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിറച്ചും പയർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് പിന്നെ പൊളിച്ചെടുക്കുന്നതൊക്കെ നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ അനിയനും വൈഫും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോന്നായിട്ട് ഇങ്ങനെ ബക്കറ്റിലും കവറിലൊക്കെ ആയിട്ട് പറിച്ചെടുക്കുകയാണ്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും പറിച്ചു തരുന്നത്. അപ്പോൾ ഇത് വേണ്ടത് അങ്ങനെ പറിക്കും. ഇത് ചെറിയൊരു വാഴമ്മൽ ഒരു കൊല ഉണ്ടായതാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി. പിന്നെ ഉപ്പാൻ്റെ അനിയൻ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഒന്ന്
കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ചുളകളാക്കിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ എനിക്ക് ചക്ക കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ അതിൻ്റെ ചവനിയോടൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ കുരുവും കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ അതാ അപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് പറിച്ച പയറൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. കുറേ ചക്കയും മാങ്ങയും എല്ലാം ഏറ്റിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളിതാ താത്തൻ്റെ വീട്ടിലേക്ക് തന്നെ രാത്രി തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അരിയാനും പൊളിക്കാനും ഒക്കെ ഉണ്ട്. ഇത് ചക്കക്കാലായാൽ സ്ഥിരമുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കും നമുക്ക് വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഭയങ്കര റേറ്റാണല്ലോ ഇതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണല്ലോ. ഇത് ചുട്ടിടുന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ, എല്ലാവരും കഴിച്ച് തീർക്കുന്നുണ്ട്. നമ്മൾ ഏത് ജോലിയും ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയൂലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലി ആയിട്ടെങ്കിലും അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.